ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 18-ാം തീയതി വ്യാഴം. അന്ന് പൂയം നക്ഷത്രമാണ്. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസം. ആ ദിവസം ജ്യോതിശാസ്ത്രപരമായി വളരെ ശ്രേഷ്ഠമായ ദിവസമായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ കാരണം ഈ പൂയം നക്ഷത്രവും ഗുരുവാരം അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ അന്ന് ഒരു യോഗം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ യോഗത്തിൻ്റെ പേര് ഗുരുപുഷ്യാമൃത യോഗം എന്നാണ്. എന്താണ് ഈ യോഗത്തിൻ്റെ പ്രത്യേകത? പൂയം നക്ഷത്രം മഹാലക്ഷ്മിയുടെ ജന്മദിനമാണ് എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ വ്യാഴം അത് ബൃഹസ്പതിയാണ്. വ്യാഴം നക്ഷത്രത്തിൻ്റെ അധിപൻ ദേവഗുരുവായ ബൃഹസ്പതിയാണ്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴം. വ്യാഴഗ്രഹം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ സാധാരണ പറയുമില്ലേ, വ്യാഴം മറഞ്ഞിരിക്കുമ്പോൾ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കണം, വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കണം. വ്യാഴദശ ശുക്രദശ പോലെയാണ്. ഒരു മനുഷ്യന് ശുക്രദശ എങ്ങനെയൊക്കെ ഫലം ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് വ്യാഴവും ഫലം ചെയ്യുന്നത്. വ്യാഴത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നു, സമ്പത്തുണ്ടാകുന്നു. വ്യാഴം മറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കടബാധ്യതകൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം മറഞ്ഞിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം, സൂക്ഷിച്ച് ചെലവാക്കണം. എല്ലാ കാര്യങ്ങളും 2 വട്ടം ആലോചിച്ചിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. വ്യാഴം അനുകൂലമായി നിൽക്കുമ്പോഴാണ് നമുക്ക് സമ്പത്തും ഉയർച്ചയും അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴവും മഹാലക്ഷ്മിയുടെ ജന്മനക്ഷത്രമായ പൂയവും കൂടി ചേർന്ന് വരുമ്പോൾ അത് വലിയ യോഗങ്ങൾ തരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സമയത്ത്, ആ സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന്, അതുപോലെ തന്നെ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഒരു പുതിയ ചിട്ടി തുടങ്ങുന്നതിന്, ലോൺ അടയ്ക്കുന്നതിന്, ലോണൊക്കെ ആ സമയത്ത് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കടം തീരും എന്നാണ് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും സ്വർണം അങ്ങനെ എന്തെങ്കിലുമുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്, പുതിയ ജോലി തുടങ്ങുന്നതിന്, നാമജപം തുടങ്ങുന്നതിന്, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുന്നത്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ എന്ത് കാര്യം തുടങ്ങുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമായ യോഗമാണ് ഈ ഗുരുപുഷ്യാമൃത യോഗം എന്നാണ് വിശ്വാസം. ഈ സമയത്ത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. പൂയം നക്ഷത്രം നമ്മളെ എല്ലാ തരത്തിലും വളർത്തും, ഒരു വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കിത്തരും. അതാണ് പൂയം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഗുരു ജ്ഞാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും ഉള്ള ഐശ്വര്യം നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഇതിനൊരു ഏറ്റവും ഈ ഒരു ദിവസം മൊത്തം ഏറ്റവും ശ്രേഷ്ഠമായ സമയം തന്നെയാണ്. ഏത് സമയത്തും നമുക്ക് ചെയ്യാം. പക്ഷേ അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു 5 മണിക്കൂർ 23 മിനിറ്റ് ഉണ്ട്. അത് 18-ാം തീയതി രാവിലെ 6:08 മുതൽ 18-ാം തീയതി രാവിലെ തന്നെ ഉച്ചയ്ക്ക് 11:32. അതായത് രാവിലെ 6:08 മുതൽ പകല് 11:32 വരെയുള്ള 5 മണിക്കൂർ 23 മിനിറ്റ്. അതായത് ആ രാവിലത്തെ സമയം. ആ സമയത്ത് എന്ത് കാര്യം തുടങ്ങുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം. നാമജപം തുടങ്ങുന്നതിന്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, അതുപോലെ പുതിയ ചിട്ടിയൊക്കെ ചേരുന്നതിന്, അത് ചിട്ടിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, അതുപോലെ ലോൺ അടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിന്, എന്തെങ്കിലും ഡിപ്പോസിറ്റ് ഒക്കെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന്, ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ എല്ലാ മാസവും RD ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നാളത്തെ ആ സമയത്ത്, ഈ മാസത്തെ
ആ ഒരു നിക്ഷേപം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കൂടുതൽ നിക്ഷേപങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, വലിയ യോഗങ്ങൾ ഉണ്ടാകും, നമ്മുടെ നിക്ഷേപത്തിന് വളർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അതുപോലെ നമുക്ക് എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും ഉണ്ടാകുന്നതിനായിട്ട് നാളത്തെ ദിവസം ഓം ലക്ഷ്മി നാരായണായ നമ, ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് 108, 1008 അങ്ങനെ നമുക്ക് എത്ര സാധിക്കുന്നുവോ അത്രയും തവണ നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. നാളത്തെ ദിവസം ഓം ലക്ഷ്മി നാരായണ നമ, ഓം ലക്ഷ്മി നാരായണ നമ എന്ന് നിരന്തരം നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ തന്നെ, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഓം ലക്ഷ്മി നാരായണ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ കഴിയുന്നെങ്കിൽ നാളെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നാളെ നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ, നെയ്വിളക്ക് 5 തിരിയിട്ട് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ബ്രഹ്മമുഹൂർത്തത്തിലും അതുപോലെ തന്നെ സന്ധ്യാസമയത്തുമൊക്കെ നെയ്വിളക്ക് തെളിയിക്കുന്നത്, 5 തിരിയിട്ട് തെളിയിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു മൺചിരാതിനകത്ത് കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഏലയ്ക്ക ഇട്ടിട്ട് ആ ഏലയ്ക്ക ഒന്ന് പൊട്ടിച്ചിട്ടിട്ട്, നെയ്യ് ഒഴിച്ചിട്ട് ഏലയ്ക്ക ഒന്ന് ആ നെയ്ക്കകത്തേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒരു ദീപം തെളിയിക്കുന്നതും, അതായത് ഏലയ്ക്ക ദീപം തെളിയിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുപോലെ നാളത്തെ ദിവസം ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പ്രസാദങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ സമർപ്പിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള സ്വീറ്റ്സ് സമർപ്പിക്കുന്നതൊക്കെ തന്നെ വളരെ നല്ലതാണ്. ലഡ്ഡു സമർപ്പിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള ലഡ്ഡു സമർപ്പിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ കടല, അതായത് വെള്ളക്കടല, വെളുത്ത കടലയുണ്ടല്ലോ, വലിയ കടല, ആ കടല പുഴുങ്ങി അത് ഭഗവാന് സമർപ്പിക്കുന്നത്, ഭഗവതിക്ക് സമർപ്പിക്കുന്നത്, മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ്, അത് കടലപ്പരിപ്പാണ് ഒന്നും കൂടെ നല്ലത് തുവരപ്പരിപ്പിനെക്കാട്ടിൽ. കടലപ്പരിപ്പ് വേവിച്ചിട്ട് അത് വെക്കുന്നതും അത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാതെ വെക്കണം എന്നാണ് പറയുന്നത്. ഉപ്പ് ചേർക്കാതെ നമ്മൾ വേവിച്ചിട്ട് വേണമെങ്കിൽ അല്പം തേങ്ങയൊക്കെ തിരുമ്മിയിട്ടിട്ട് അങ്ങനെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഓം ലക്ഷ്മി നാരായണ നമയെന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പാല് കാച്ചുമ്പോൾ പഞ്ചസാരയും ഏലക്കയും ചേർത്തിട്ട് പാല് കാച്ചിയിട്ട് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ആ പാലിലേക്ക് ഇട്ടിട്ട് അത് ദേവതയ്ക്ക് സമർപ്പിക്കുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഭഗവാന്റെ വിഗ്രഹം, അതായത് പ്രതിമ, അതുപോലെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ, പ്രതിമ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ അല്പം പാലൊഴിച്ച് ഒന്ന് ചാലിച്ചിട്ട് ഒന്ന് വെച്ചിട്ട് ആ കുങ്കുമപ്പൂ കൊണ്ടിട്ട് അതിൻ്റെ ആ കുങ്കുമപ്പൂവിൻ്റെ ഓരോ നാരുകളുണ്ടല്ലോ, ആ നാരുകൾ എടുത്തിട്ട് ദേവിക്കൊക്കെ പൊട്ട് ആയിട്ട് തൊട്ട് കൊടുക്കുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അതിങ്ങനെ ആ ഒരു കേസർ അതെടുത്തിട്ട് ആ ഒരെണ്ണമോ 2 3 ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ ഒരു പൊട്ടായിട്ട് ഭഗവാന് ദേവിക്കൊക്കെ അങ്ങനെ പൊട്ടു തൊടിയിക്കുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു യോഗത്തിൻ്റെ ഒരു ഫലസിദ്ധി നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. എന്തായാലും ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും നന്നായി പ്രാർത്ഥിക്കുക. ഓം ലക്ഷ്മി നാരായണ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാനെ സമർപ്പിക്കുക, മഞ്ഞ നിറത്തിലുള്ള പ്രസാദങ്ങൾ സമർപ്പിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇടുക. പുതിയ കാര്യങ്ങൾ ചെയ്യുക. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ചെയ്യുന്നതിനൊക്കെ തന്നെ അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന്, RD പോലുള്ള കാര്യങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് അടയ്ക്കാനുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം രാവിലെ തന്നെ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ അടയ്ക്കുക. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത നിക്ഷേപം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.
ഹരേ കൃഷ്ണ.